ഹലോ ഗായ്സ്, വെൽക്കം ടു SFK ഗെയിമിംഗ്. അപ്പോൾ ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് നമ്മുടെ ഷോപ്പിൽ 30 രൂപ കൊടുത്താൽ കിട്ടുന്നൊരു കാർഡാണ് സുനിൽ ഛേത്രി. അതുപോലെ തന്നെ അല്ലെങ്കിൽ സെലക്ഷൻ കോൺട്രാക്ട് 900 കോയിൻസ് കൊടുത്താൽ കിട്ടുന്നൊരു കാർഡാണ് സുനിൽ ഛേത്രിൻ്റെ കാർഡ്. അപ്പോൾ ആ സുനിൽ ഛേത്രി നമ്മുടെ ഇന്ത്യൻ്റെ സ്വന്തം അഭിമാനമായ ഇൻ്റർനാഷണൽ കരിയറിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഗോൾ സ്കോർ ചെയ്ത സുനിൽ ഛേത്രിൻ്റെ കാർഡ് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത്. ഗൈസ്, നമ്മുടെ ചാനൽ 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. 1K സബ്സ്ക്രൈബേഴ്സ് ആയാലും ഒരു ഗിവ് അവേ വെച്ചായിരുന്നു. അത് ഞാൻ ഇന്ന് രാത്രി 9:30 കൃത്യമായിട്ട് ലൈവിൽ കമൻറ്റ് പിക്കർ വെച്ചിട്ട് തിരഞ്ഞെടുക്കുന്നതായിരിക്കും. ആരെങ്കിലും ഗിവ് അവേയിൽ പങ്കെടുക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഞാൻ ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഗിവ് അവേ ലിങ്ക് കൊടുക്കാം. അവിടെ പോയിട്ട് അതിന് ആ റൂൾ അനുസരിച്ചിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് ഇയാളുടെ പ്രോഗ്രഷൻ ഒന്ന് നോക്കാം. ഞാൻ കൊടുത്തിട്ടുള്ള പ്രോഗ്രഷൻ ഗൈസ് ഇതാണ് ഞാൻ കൊടുത്തിട്ടുള്ള പ്രോഗ്രഷൻ. സത്യം പറയുകയാണെങ്കിൽ ഒരു നല്ലൊരു എപ്പിക് കാർഡിൻ്റെ, നമ്മൾ പേ ടു വിൻ എപ്പിക് കാർഡൊക്കെ വരില്ലേ, അതുപോലത്തെ എപ്പിക് കാർഡിൻ്റെ ആ ഒരു രീതിയിലുള്ള സ്റ്റാറ്റ്സാണ് ഗൈസ് വന്നിട്ടുള്ളത്. 93 ഒഫൻസീവ് അവർനെസ്, ഡ്രിബിളിംഗ് സ്റ്റാറ്റ്സ് ഒക്കെ നോക്ക്, 88, 89, 85. ചില വലിയ പേ ടു വിൻ പ്ലെയറിന് പോലും ഇല്ലാത്ത സ്റ്റാറ്റ്സാണ് വന്നിട്ടുള്ളത് ഗൈസ്. 90 ഫിനിഷിങ്, അതുപോലെ തന്നെ 83 കേള്, ആൻഡ് ഓൾസോ 90 സ്പീഡ്, 94 ആക്സലറേഷൻ. കിക്കിംഗ് പവർ അത്യാവശ്യം കൊള്ളാവുന്ന 86 കിക്കിംഗ് പവറും, അതുപോലെ തന്നെ 90 ബാലൻസ്. സത്യം പറയുകയാണെങ്കിൽ ചില പേ ടു വിൻ കാർഡ്സിന് പോലും ഇല്ലാത്ത സ്റ്റാറ്റ്സാണ് ഗൈസ് ഈ 100 ഓവറോളിൽ വന്നിട്ടുള്ളത് സുനിൽ ഛേത്രിക്ക്. അപ്പോൾ എന്താണെങ്കിലും കളിപ്പിച്ചിട്ട് എൻ്റെ ഹോണസ്റ്റ് ഒപ്പീനിയൻ എന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ എന്തായാലും നമുക്ക് ഗെയിം പ്ലേ വീഡിയോയിലേക്ക് കിടക്കാം ഗൈസ്. نحن أمام مباراة كبيرة هنا، الشعور والأجواء وهذا الشحن يخلينا متحمسين لهذه المواجهة. وستبدأ الآن أحداث الشوط الثاني من المباراة. كاشيما أنتر سيطرة كاملة على الشوط الأول لكن بدون فاعلية حقيقية. فرص بالجملة ضاعت. هذا الأمر قد يجعلهم بعد ذلك يندمون على إضاعة كل هذه الآن خطيرة. روعة روعة روعة. الكرة في المرمى. قدر على الظهور. يحصل على المساحة. يقدمون أداء مقنع. تقلص الفارق إلى هدفين الآن، ممكن يحطها في المرمى. يا إلهي على كورة. ساكا، Azar knocks it into space. Oh, cracking ball. He's had a shot. Yes! They have come roaring back, and that comes as a very welcome. Messi, spread it left. He's tried one! Oh, that is fantastic! From Captain Fantastic! India are in front now, the game's only goal. Well, this will present the manager with a few interesting options, Peter. Try sitting on this or... Try the shot! And it did! Likely. And he's heaved it away. There's a beautiful simplicity about this contest. Willing running on one side, dogged defending. And the shot!
they've scored! There is the... So what can they conjure from this one? And this the perfect opportunity to create a cushion between them. Oh, special! That is a special goal! Sumptuous finish and absolute joy! വെൽക്കം ബാക്ക് ഗായ്സ്. അപ്പോൾ സുനിൽ ഛേത്രി 30 റുപ്പീസിന് വേർത്താണെന്ന് ചോദിച്ചാൽ 100% ഞാൻ പറയും 30 റുപ്പീസിനല്ല 100 റുപ്പീസിന് വേർത്താണ് ഗൈസ്. എന്ന് വെച്ചാൽ ആ സ്റ്റാറ്റ്സിന് അനുസരിച്ചിട്ട് പുള്ളി ഗെയിമിൽ ഇമ്പാക്റ്റ് തരുന്നുണ്ട്. അതായത് ഒരു നല്ലൊരു സെൻറ്റർ ഫോർവേഡ് നമ്മുടെ ലെവൻഡോസ്കിയൊക്കെ ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അവനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവന് എത്രയോ ബെറ്ററാണ് ഗൈസ്. അതായത് നമ്മുടെ ഇന്ത്യൻ്റെ ലെജൻഡാണെന്ന് പറഞ്ഞ് ഞാൻ പറയല്ല, സത്യം പറയുകയാണെങ്കിൽ കൊനാമി ഒരു നല്ലൊരു കാർഡ് നല്ല സ്റ്റാറ്റ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. ആകെ എനിക്കൊരു സീനായി തോന്നിയത് ഫിസിക്കാണ് ഗൈസ്. ഫിസിക്ക അതായത് 1 CF കളിപ്പിക്കാൻ പറ്റിയൊരു പ്ലെയർ അല്ല, പക്ഷെ 2 CF നിങ്ങൾ കളിപ്പിക്കുകയാണെങ്കിൽ സത്യം പറയുകയാണെങ്കിൽ പേ ടു വിൻ സ്ക്വാഡിൽ പോലും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് ഗൈസ്. എന്താണെങ്കിലും സുനിൽ ഛേത്രിക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 10ൽ 8.5 റേറ്റിംഗ് ആണ് ഗൈസ് ഞാൻ കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഇത്രയും പറഞ്ഞിട്ട് ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.